സമാധാനമില്ലാത്ത ജീവിതം. ഇവളെ എന്നോട് പറഞ്ഞു നമുക്ക് ചാകാമേന്ന്. കൊച്ചുങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ നിന്നുകൊണ്ട്. നമസ്കാരം. ഗൃഹനാഥനില്ലാത്ത ഒരു ഗൃഹത്തിന്റെ മുന്നിലാണ് ഈ വീട്ടിലുള്ളവരെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അമ്മ സജിത, അവരുടെ മകള്, 2 കുട്ടികളുണ്ട്. ഒരാൾ ക്ലാസ്സിൽ പോയിരിക്കുന്ന, ഒരാൾ സുഖമില്ലാത്ത ഒരാളാണ്. ഇവര് ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞാൽ, മനസ്സിന്റെ ഒരു ആഗ്രഹമാണല്ലോ വീടുണ്ടാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആധാർ ഹൗസിംഗ് ഫിനാൻസിൽ നിന്ന് കുറച്ച് 10 ലക്ഷം രൂപയോളം 2017 എടുത്തു. പലതവണ അടച്ച് ചിലപ്പോൾ തിരിച്ചു അടക്കാനുള്ള സാഹചര്യം ഒത്തുകിട്ടിയില്ല. മാത്രമല്ല, കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ടും അടക്കാൻ മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും പലതവണ വായ്പകൾ തിരിച്ചടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. എന്നാലും അവരടക്കാതിരുന്നില്ല. ഇത്ര ബുദ്ധിമുട്ടുകൾക്കിടയിലും 10 എടുത്തിട്ട് ഏതാണ്ട് സബ്സിഡി അടക്കം 15 സംതിങ് അടച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ പരിപൂർണമായിട്ട് അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഒരു 15 ലക്ഷം കൂടി അടച്ചാൽ, ഇല്ലെങ്കിൽ അവരിവിടെ വന്ന് ഇപ്പൊ വന്നു കഴിഞ്ഞു, ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നടന്നു കഴിഞ്ഞു. അപ്പോഴാണ് ഇവരെല്ലാവരും അറിയുന്നതും എന്നെ അറിയിക്കുന്നതും ഞാനിവിടെ വരുന്നതും ഇതൊക്കെ കാണുന്നത്. അപ്പൊ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ മരണത്തെക്കുറിച്ച് വരെയും ചിന്തിച്ചു കഴിഞ്ഞു. ചെറിയ കുട്ടികളാണ്. അപ്പൊ ഇവർക്ക് സമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ ഈ വായ്പകളെല്ലാം അടച്ചണം, ബാങ്കുമായിട്ടുള്ള ഇടപാട് തീരണം. അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കൂടി ഇതിൽ സഹായിക്കണം. നമ്മുടെ MLA ദീപക് ജോയും അതുപോലെ തന്നെ നമ്മുടെ CR ബിജുവാണ് ഇതിന്റെ രക്ഷാധികാരികൾ. പിന്നെ തമ്പി സുബ്രഹ്മണ്യനുണ്ട്, നൗഷാദുണ്ട്, അഫ്സലുണ്ട്, അതേപോലെ തന്നെ അഭിലാഷ് ഉണ്ട്. നിരവധി സുഹൃത്തുക്കൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും സംഭാവനയും മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും മനസ്സറിഞ്ഞ് ഇതിനെ ഒന്ന് സഹായിക്കണം. നല്ല സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. അപ്പൊ ഈ നമ്പറിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകിയാൽ എത്രയും പെട്ടെന്ന്, ഈ 2 മാസമാണ് അവധി കൊടുത്തിരിക്കുന്നത്, അതുള്ളിൽ തന്നെ നമുക്ക് ഇവരെ കടക്കണിയിൽ നിന്ന് മോചിപ്പിക്കാം. നമസ്കാരം. കേരളത്തിൽ നിന്ന് ദിനംപ്രതി കേൾക്കുന്ന ആത്മഹത്യയുടെയും ജപ്തി ഭീഷണികളുടെയും ഇടയിലേക്ക് ഒന്നുകൂടി വരാതിരിക്കാനുള്ള ഒരു വലിയ അഭ്യർത്ഥനയുമായാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. ഈ 1.5 സെന്റ് സ്ഥലമുള്ളു, എന്നെ കൊണ്ട് പറ്റുന്ന എത്ര ഞാനിത് അടച്ചു കൊടുത്തു. 5 ലക്ഷം അടച്ച്. അച്ഛനില്ലാണ്ട്, അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. അച്ഛനില്ലാണ്ട് കെട്ടിച്ചു കൊടുത്താണ് ഈ മോള. 2 പെൺമക്കളാ.